എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. അടുത്ത് വരാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഡിഗ്രി ലെവൽ നോട്ടിഫിക്കേഷൻ ആണ് ഹൈക്കോർട്ട് അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ. ഇപ്പോൾ ഡിഗ്രി പ്രിലിംസിന്റെ ഫസ്റ്റ് ഫേസും സെക്കൻഡ് ഫേസ് ഒക്കെ കയ്യിൽ നിന്ന് പോയ ആൾക്കാർ, അല്ലെങ്കിൽ കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഒക്കെ കയ്യിൽ നിന്ന് പോയ ആൾക്കാർ, അല്ലെങ്കിൽ പുതുതായിട്ട് പഠിച്ചു തുടങ്ങുന്ന ആൾക്കാരൊക്കെ അവർ സ്റ്റാർട്ട് ചെയ്യേണ്ട ഏറ്റവും മികച്ച നോട്ടിഫിക്കേഷൻ ഹൈക്കോർട്ട് അസിസ്റ്റന്റിനാണ്. ഈ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ഏറ്റവും വലിയ പ്രത്യേകത, ഒരു വർഷത്തിനകത്ത് നമുക്ക് സർവീസിൽ കയറാൻ പറ്റും. ഒരു PSC എക്സാമുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത് വളരെ വലുതാണ്. കാരണം ഞാനൊരു എക്സാമിനെ കമ്പയർ ചെയ്യുമ്പോൾ ഞാനിപ്പോൾ LD എടുക്കുകയാണ്. LDസിന്റെ നോട്ടിഫിക്കേഷൻ ഈ വർഷം 2026 ലാസ്റ്റ് വരുന്നു. 2027 അതിന്റെ എക്സാം നടക്കുന്നു. 2028 അതിന്റെ റാങ്ക് ലിസ്റ്റ് വരുന്നു. ആ റാങ്ക് ലിസ്റ്റിന് 3 വർഷം കാലാവധിയുണ്ട്. അതായത് 2031 വരെ കാലാവധിയുണ്ട്. ഏതാണ്ട് 5 വർഷം നീളുന്ന ഒരു പ്രോസസ്സാണ്. പക്ഷേ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ നമുക്ക് നവംബറിൽ പ്രതീക്ഷിക്കാം. എക്സാം വന്നിട്ട് സെപ്റ്റംബർ, ഒക്ടോബർ, നവംബറിൽ നമുക്ക് പ്രതീക്ഷിക്കാം. എക്സാം വന്നിട്ട് നമുക്കൊരു ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിൽ പ്രതീക്ഷിക്കാം. റാങ്ക് ലിസ്റ്റ് ഒരു മെയ് മാസമൊക്കെ ആകുമ്പോൾ, അല്ലെങ്കിൽ ഏപ്രിൽ മാസമൊക്കെ ആകുമ്പോൾ നമുക്ക് അതിന്റെ റാങ്ക് ലിസ്റ്റും പ്രതീക്ഷിക്കും. കാരണം നിലവിലുള്ള റാങ്ക് ലിസ്റ്റ് അടുത്ത ഏപ്രിലിൽ കംപ്ലീറ്റ് ആവുകയാണ്. ആ സമയത്ത് പുതിയ റാങ്ക് ലിസ്റ്റ് വരണം. അങ്ങനെയാണെങ്കിൽ മേ ബി ചിലപ്പോൾ പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരാൻ പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു വർഷത്തിനകത്ത് നമുക്ക് സർവീസിലേക്ക് കയറാൻ പറ്റും. റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ തന്നെ നിലവിലുള്ള വേക്കൻസി എല്ലാം ഫില്ല് ചെയ്തുകൊണ്ടായിരിക്കും റാങ്ക് ലിസ്റ്റ് വരുന്നത്. ഒരു വർഷത്തിനകത്ത് നമുക്ക് ജോലിയിലേക്ക് കയറാൻ പറ്റും, പെട്ടെന്ന് ജോലിയിലേക്ക് കയറാം. ഇതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഓക്കെ, ഏറ്റവും നല്ല സാലറി ഉണ്ട്. ഒരു സെക്രട്ടറി അസിസ്റ്റന്റ് എത്ര സാലറി കിട്ടുന്നുണ്ടോ, എത്ര ആനുകൂല്യങ്ങൾ കിട്ടുന്നുണ്ടോ, അതെല്ലാം ഹൈക്കോർട്ടിലും കിട്ടുന്നുണ്ട്. ഒരേ ഒരു പ്രശ്നം മാത്രമേ വരുന്നുള്ളൂ, നമുക്ക് എറണാകുളത്ത് പോയി നിൽക്കേണ്ടി വരും. കാരണം ഹൈക്കോർട്ട് അവിടെയുള്ളത്. ബാക്കി വേറെ ഒരു പ്രശ്നങ്ങളും ഇല്ല. ഏറ്റവും നല്ല ജോലിയാണ്. ഓക്കെ, ഇനി അത് കഴിഞ്ഞ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അതിന്റെ സിലബസിലേക്ക് നമുക്ക് നോക്കാം. ഈ സിലബസ് പ്രിപ്പയർ ചെയ്തേക്കുന്നത് ഇപ്പൊ നോക്കിയേ, ഇതാണ് നോട്ടിഫിക്കേഷനിൽ തന്നേക്കുന്ന സിലബസ്. ഇത്രയും കാര്യം മാത്രമേ പറയുന്നുള്ളൂ. അതായത് ഒബ്ജക്റ്റീവിനകത്ത് 50 മാർക്ക് ഇംഗ്ലീഷ് ആയിരിക്കും, 40 മാർക്ക് GK ആയിരിക്കും. ആ GK അത് ഫാക്ട്സ് അബൌട്ട് ഇന്ത്യ കാണും, കേരള കാണും, കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ കാണും, സയൻസ് കാണും, പിന്നെ IT ആണ്, കറണ്ട് അഫയേഴ്സ് കാണും. അത് കഴിഞ്ഞ മാത്സ് 10 മാർക്ക്. ഇത്രയും മാത്രമേ സിലബസിനകത്ത്, ഒഫീഷ്യൽ സിലബസിനകത്ത് പറയുന്നുള്ളൂ. അപ്പൊ നമ്മൾ ഈ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറുകൾ മൊത്തം അനലൈസ് ചെയ്ത്, കഴിഞ്ഞ 2 ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ, ഇപ്പൊ നടക്കുന്ന ഹൈക്കോർട്ട് അസിസ്റ്റന്റ് പരീക്ഷകളുടെ പാറ്റേൺ, ഇതിനെല്ലാം അനലൈസ് ചെയ്ത് ഏതാണ്ട് 2 ദിവസത്തെ റിസർച്ചിന് ശേഷമാണ് ഈ ഒരു സിലബസ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഒരുപാട് എഫേർട്ട് കൊടുത്തായിരുന്നു. അപ്പൊ തിരിച്ചൊരു സപ്പോർട്ടായിട്ട് നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, സന്തോഷമായിരിക്കും. ഓക്കെ, മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് നമ്മൾ പഠിക്കേണ്ടത്. എന്താ നമ്മൾ പഠിക്കേണ്ടത് ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് മനസ്സിലാക്കാം. മക്കളെ, 3 ഘട്ടങ്ങളായിട്ടാണ് എക്സാം നടക്കാൻ പോകുന്നത്. അതായത് ഇതിന് ആദ്യ ഘട്ടം വരുന്നത് ഒബ്ജക്റ്റീവാണ്. ഒബ്ജക്റ്റീവ് 100 മാർക്കിനാണ് ഒബ്ജക്റ്റീവ് വരുന്നത്. 75 മിനിറ്റ് ആണ് എക്സാമിന്റെ സമയം. 100 മാർക്ക് 75 മിനിറ്റ്. ദെൻ ഒരു ക്വസ്റ്റിന് 1 മാർക്ക് വെച്ചാണ് നമുക്ക് കിട്ടുന്നത്. നെഗറ്റീവ് 0.25 ആണ്. അതായത് PSC പരീക്ഷയ്ക്ക് 0.33 ആണെങ്കിൽ ഈ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് പരീക്ഷയുടെ നെഗറ്റീവ് വരുന്നത് 0.25 ആണ്. ഒരെണ്ണം തെറ്റിയാൽ 0.25 മാർക്ക് മാത്രമേ പോകത്തുള്ളൂ. ഓക്കെ, അത് കഴിഞ്ഞ് ഒബ്ജക്റ്റീവ് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് എഴുതേണ്ടി വരും. ഓക്കെ, ഒബ്ജക്റ്റീവ് പേപ്പർ മേടിക്കുന്നു, ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ തരുന്നു, നമ്മൾ അങ്ങോട്ട് എഴുതി തുടങ്ങുന്നു. അപ്പോൾ ഈ ഡിസ്ക്രിപ്റ്റീവ് വരുന്നത് 60 മാർക്കിനാണ്. ഡിസ്ക്രിപ്റ്റീവ് വരുന്നത് 60 മാർക്ക്. അതിനുശേഷം പിന്നീട് 10 മാർക്കിന്റെ ഇന്റർവ്യൂ. അങ്ങനെ 3 ഘട്ടങ്ങളായിട്ടാണ് സെലക്ഷൻ നടക്കുന്നത്. ഒബ്ജക്റ്റീവ്, ഡിസ്ക്രിപ്റ്റീവ്, ഇന്റർവ്യൂ. ഒബ്ജക്റ്റീവ് 100 മാർക്കിനാണ്, ഡിസ്ക്രിപ്റ്റീവ് വന്നിട്ട് 60 മാർക്കിനാണ്, ദെൻ ഇന്റർവ്യൂ 10 മാർക്കിനാണ്. ടോട്ടൽ 170 മാർക്കാണ്. 170 മാർക്ക്. അവിടെ ഒരു കാര്യം മനസ്സിലാക്കുക, കഴിഞ്ഞ ഫസ്റ്റ് റാങ്ക് കിട്ടിയ കുട്ടിയുടെ മാർക്ക് എനിക്ക് തോന്നുന്നു 107 108 ആ റേഞ്ചാണ്. ഫസ്റ്റ് റാങ്ക് കിട്ടിയ കുട്ടിയുടെ മാർക്ക് 170 107 108. അപ്പോൾ ഭയങ്കര ബുജികൾക്ക് മാത്രം ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം അല്ല. കട്ട് ഓഫ് ഒക്കെ 107 108 അതൊക്കെ തന്നെയാണ് നിൽക്കുന്നത്. അത് കഴിഞ്ഞ ഒബ്ജക്റ്റീവിന്റെ കട്ട് ഓഫ് 48.5 ആയിരുന്നു. 100 48.5. അതിൽ 49 മാർക്ക് കിട്ടിയ ഒരു കുട്ടിക്ക് പോലും ജോലി കിട്ടിയിട്ടുണ്ട്. 23ാമത്തെ റാങ്ക് ആണെന്നാണ് എൻ്റെ വിശ്വാസം. 22 23 ആ റേഞ്ചാണ്. അപ്പോൾ പഠിച്ചു തുടങ്ങിയാൽ, നന്നായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം. നമുക്ക് സിലബസ് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമുക്ക് നേരെ ഒബ്ജക്റ്റീവിലേക്ക് പോവുകയാണ്. അപ്പോൾ ഒബ്ജക്റ്റീവ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ 100 മാർക്കാണ്. അത് കഴിഞ്ഞ് 75 മിനിറ്റ് നമുക്ക് എക്സാം എഴുതാൻ സമയം കിട്ടും. ഒരു ക്വസ്റ്റിന് 1 മാർക്കും, നെഗറ്റീവ് 0.25 മാർക്കുമാണ്. അപ്പോൾ അവിടെ നോക്കുക, 50 മാർക്ക് ഇംഗ്ലീഷാണ് വരുന്നത്, 40 മാർക്ക് GK ആണ്, 10 മാർക്ക് മാത്സ് ആണ്. ഫസ്റ്റ് നമുക്ക് എങ്ങോട്ട് പോവാം? GKയിലേക്ക് പോവാം. അവിടെ GK ആൻഡ് കറണ്ട് അഫയേഴ്സ് വരുന്നത് 40 മാർക്കിനാണ്. GK ആൻഡ് കറണ്ട് അഫയേഴ്സ് വരുന്നത്. അപ്പോൾ അവിടെ കറണ്ട് അഫയേഴ്സിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കുകയാണെങ്കിൽ കറണ്ട് അഫയേഴ്സ് ഒരു 13 മാർക്ക് മുതൽ 15 മാർക്ക് വരെ, 13 മാർക്ക് മുതൽ 15 മാർക്ക് വരെ കറണ്ട് അഫയേഴ്സ് ആണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഒന്നാലോചിച്ച് നോക്കിയേ, 40 മാർക്കിൽ ഏതാണ്ട് 15 ക്വസ്റ്റ്യൻസ് കവർ ചെയ്യുന്നത് കറണ്ട് അഫയേഴ്സ് ആണ്. ബാക്കി 25 ക്വസ്റ്റ്യൻസ് മാത്രമേ GK എല്ലാ കാര്യങ്ങളോട് ചേർത്ത് വരുന്നുള്ളൂ. അപ്പോൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ട ഏതാണ്? കറണ്ട് അഫയേഴ്സിന് തന്നെയാണ്, ഒരു സംശയവും ഇല്ല. അപ്പോൾ ഇത്രയും ടോപ്പിക്കുകളാണ് എപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്ന കറണ്ട് അഫയേഴ്സ്. നമുക്ക് നോക്കാം ഏതൊക്കെയാണ്. ഒന്നാമതായിട്ട് കോർട്ട് റിലേറ്റഡ് കറണ്ട് അഫയേഴ്സ് ആണ് ഫസ്റ്റ് വരുന്നത്. കോർട്ട് റിലേറ്റഡ് ജഡ്ജ്മെന്റ്സ്.
അടുത്ത് നടന്ന പ്രധാനപ്പെട്ട ജഡ്ജ്മെന്റ്സ് ഏതൊക്കെയാണ്, അതൊന്ന് നന്നായിട്ട് പഠിക്കുക. അതേപോലെ തന്നെ കോർട്ട് റിലേറ്റഡ് കറണ്ട് അഫയേഴ്സ് നന്നായിട്ട് നോക്കുക. അതായത് ഇന്ന സ്ഥലത്ത് ഹൈക്കോടതി ഇപ്പോൾ പഠിപ്പിച്ച വിധി, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ്, അങ്ങനെ കോർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് നന്നായിട്ട് നോക്കുക. പിന്നെ ഗ്ലോബൽ സ്പോർട്സ് ആൻഡ് സയൻസ് ഇവന്റ്സ് മൊത്തം ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക. നാഷണൽ വെൽഫെയർ സ്കീംസും സ്റ്റേറ്റ് വെൽഫെയർ സ്കീംസും, കേന്ദ്ര സർക്കാർ പദ്ധതികൾ, സംസ്ഥാന സർക്കാർ പദ്ധതികൾ നന്നായിട്ട് നോക്കാം. അതേപോലെ തന്നെ സെൻട്രൽ ഗവൺമെന്റ് പോളിസീസും കൂടെ നന്നായിട്ടൊന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. ദെൻ സ്റ്റേറ്റ് വെൽഫെയർ സ്കീംസ് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. പിന്നെ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് അപ്പോയിന്റ്മെന്റ്സ് മൊത്തം നോക്കുക. ഇന്ത്യയുടെ റീസെന്റ് ആയിട്ടുള്ള മിസൈൽ പ്രോജക്റ്റുകൾ നന്നായിട്ട് പഠിച്ചു വെച്ചേക്കുക. ഹൈക്കോടതി തന്നെ സ്ഥിരം വരുന്ന ഒരു ടോപ്പിക്കാണ് ഇന്ത്യയുടെ റീസെന്റ് ആയിട്ടുള്ള മിസൈൽ ആക്ടിവിറ്റീസ് മൊത്തം, മിസൈൽ പ്രോജക്റ്റുകൾ മുഴുവനും നന്നായിട്ടൊന്ന് പഠിച്ചു വെച്ചേക്കുക. ഓരോ രാജ്യത്തിനും വിറ്റ അല്ലെങ്കിൽ ഓരോ രാജ്യത്തിൽ നിന്നും മേടിച്ച മിസൈലുകൾ ഏതൊക്കെയാണ്, അതിന്റെ പ്രത്യേകത എന്തൊക്കെയാണ്, നന്നായിട്ട് പഠിക്കുക. പിന്നെ ഡിഫൻസ് റിലേറ്റഡ് കറണ്ട് അഫയേഴ്സും നന്നായിട്ട് നോക്കുക. ക്വസ്റ്റ്യൻസ് സ്ഥിരമായിട്ട് വരുന്ന ഒരു മേഖലയാണ്. അതേപോലെ തന്നെ ലിറ്റററി അവാർഡ്സ് നോക്കുക. ഇന്ത്യയുടെ ബയലാറ്ററൽ എക്സസൈസ് മൊത്തം നോക്കുക. മിലിറ്ററി എക്സസൈസ്, ഓരോ രാജ്യങ്ങളുമായിട്ട് നടത്തിയ സൈനിക അഭ്യാസങ്ങൾ ഏതൊക്കെയാണ് പഠിച്ചു വെച്ചിരിക്കുക. ഇന്ത്യയുടെ ഇൻഡെക്സ് റേറ്റിംഗും കൂടെ ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക. പിന്നെ ഇന്ത്യൻ ഫോറിൻ പോളിസി, ഇന്ത്യയുടെ ഫോറിൻ പോളിസി പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അതൊക്കെ നന്നായിട്ട് നോക്കുക. അടുത്ത ലാസ്റ്റത്തെ നൊബേൽ പ്രൈസ്, പിന്നെ അത് കഴിഞ്ഞ് ഓരോ ഇവന്റ്സിന്റെയും വെന്യൂസ്, അടുത്ത ഉച്ചകോടികളെല്ലാം എവിടെ നടക്കുന്നു, അടുത്ത സ്പോർട്സ് ഇവന്റ്സ് എല്ലാം എവിടെ നടക്കുന്നു, നന്നായിട്ട് പഠിക്കുക. പിന്നെ അത് കഴിഞ്ഞ് പ്രധാനപ്പെട്ട ബുക്സ്, അതിന്റെ ഓതേഴ്സ് മൊത്തം നോക്കുക. പ്രത്യേകിച്ച് സ്പോർട്സ് പേഴ്സൺ, അവരുടെ ബുക്കുകൾ, ബുക്കുകളുടെ പേര് ആരാണ് എഴുതിയത്, നന്നായിട്ടൊന്ന് പഠിച്ചു വെച്ചിരിക്കുക. പിന്നെ സെൻട്രൽ ഗവൺമെന്റ് ബഡ്ജറ്റും സ്റ്റേറ്റ് ബഡ്ജറ്റും നോക്കുക. സ്പോർട്സ് അവാർഡ്സ് മൊത്തം നോക്കുക. പിന്നെ ഫേമസ് പേഴ്സണാലിറ്റീസ്, അതേപോലെ തന്നെ റീസെന്റ് ഡെത്ത്, അതും കൂടെ നോക്കി വെച്ചേക്കുക. ഇത്രയാണ് കറണ്ട് അഫയേഴ്സിന്റെ പ്രയോറിറ്റി കൊടുക്കേണ്ടത്. അപ്പോൾ ഇത്രയും ടോപ്പിക്കുകൾ പഠിച്ച് തീർത്തിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എല്ലാ ദിവസവും ഒരു ബുക്കിൽ 20 കറണ്ട് അഫയേഴ്സ് വെച്ച് എഴുതി അങ്ങ് പോവുക. കാര്യം 15 മാർക്ക് വരെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു മേഖലയാണ്. എല്ലാ ദിവസവും 20 കറണ്ട് അഫയേഴ്സ് വെച്ച് പഠിച്ചു പോവുക. അറിയാത്തത് മൊത്തം ഒരു ബുക്കിനകത്ത് എഴുതി പോവുക. അതിന് റിവിഷൻ കൊടുത്തുകൊണ്ടിരിക്കുക. കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അവിടെ നമുക്ക് കറണ്ട് അഫയേഴ്സ് കിട്ടും. മാർക്കൊന്നും പുറത്തു പോകത്തില്ല. ഒരു കുട്ടി ഏറ്റവും അധികം വെല്ലുവിളി നേരിടുന്നതും ഷുവറായിട്ടും കറണ്ട് അഫയേഴ്സിലായിരിക്കും. അവിടെ നമുക്ക് അഡ്വാൻറ്റേജ് അടിച്ചെടുക്കണം. സോ കറണ്ട് അഫയേഴ്സ് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. അതിനുശേഷം പൊളിറ്റി നോക്കുമ്പോൾ, കറണ്ട് അഫയേഴ്സ് കഴിഞ്ഞാൽ അടുത്ത് വരുന്നത് പൊളിറ്റിയാണ്. ഏതാണ്ട് ഒരു 8 മാർക്ക് വരെ നമുക്ക് പൊളിറ്റിയിൽ പ്രതീക്ഷിക്കാം. 8 മാർക്ക് ഒരു വലിയ മാർക്കാണ്. അപ്പോൾ ഒന്നാലോചിച്ചൊക്കെ, മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ 15 + 8 23. ഈ 2 വിഷയങ്ങളാവുമ്പോൾ തന്നെ 40-ൽ 23 മാർക്ക് വരെ കോൺട്രിബ്യൂട്ട് ചെയ്യും. ബാക്കി എല്ലാം കൂടെ ചേർത്തിട്ട് ഒരു 17 മാർക്ക് മാത്രമേ വരത്തുള്ളൂ. അപ്പോൾ പ്രാധാന്യം നിങ്ങളൊന്ന് മനസ്സിലാക്കണം. പൊളിറ്റിക്കകത്ത് പ്രിയാമ്പിൾ നോക്കുക. ദെൻ ഫോർമേഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഫസ്റ്റ് പഠിക്കേണ്ട. ഫോർമേഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ രാജ്യത്ത് നിന്ന് കടമെടുത്ത എല്ലാം ആ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോം ചെയ്ത സമയത്ത് ഇവന്റ്സ് മൊത്തം നോക്കി വെച്ചേക്കുക. അത് നന്നായിട്ടൊന്ന് പഠിച്ചു വെച്ചേക്കാം. അതിനുശേഷം പ്രിയാമ്പിൾ, പിന്നെ ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസീസ്, DPSP, ദെൻ യൂണിയൻ ആൻഡ് ലെജിസ്ലേച്ചർ, സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ, ജുഡീഷ്യറി, സുപ്രീം കോർട്ട്, ഹൈക്കോർട്ട്, സബോർഡിനേറ്റ് കോർട്സ് ഇമ്പോർട്ടൻ്റ് ആണ്, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് കഴിഞ്ഞാൽ ലാൻഡ്മാർക്ക്, സുപ്രീം കോർട്ട്, ഹൈക്കോർട്ട് ജഡ്ജസ് മൊത്തം നോക്കി വെച്ചേക്കുക. ജഡ്ജ്മെന്റ്സ് മൊത്തം നോക്കി വെച്ചേക്കുക. പ്രധാനപ്പെട്ട വിധികൾ മൊത്തം നോക്കി വെച്ചേക്കാം. അതിനുശേഷം പ്രധാനപ്പെട്ട ഭേദഗതികൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അമെൻമെന്റ്സ് മൊത്തം നോക്കുക. റീസെന്റ് ആയിട്ടുള്ള 106 വരെയുള്ള അമെൻമെന്റ്സ് നന്നായിട്ട് പഠിച്ചു വെച്ചേക്കാം. പിന്നെ ആർട്ടിക്കിൾസും കൂടെ ഒന്ന് നോക്കി വെച്ചു. അതിനുശേഷം ഏറ്റവും അധികം മാർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന IT ആണ്. ഏതാണ്ട് 5 മുതൽ 6 മാർക്ക് വരെ IT കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. നോക്കാം. കറണ്ട് അഫയേഴ്സ് 15 മാർക്ക്, ദെൻ പൊളിറ്റി 8 മാർക്ക് 23, കറണ്ട് അഫയേഴ്സ് വന്നിട്ട് 5 മാർക്ക് 28 മാർക്കായി. അപ്പോൾ ഇത്രയും ടോപ്പിക്കിൽ നിന്ന് നമുക്ക് ഏതാണ്ട് ഒരു 28 മാർക്കോളം മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് പ്രതീക്ഷിക്കാം. അത്രയും ഹൈലൈറ്റ് നിൽക്കാം. ആ IT-ക്കകത്ത് സെലക്ട് ആയിട്ടുള്ള ടോപ്പിക് എന്നാണ് എപ്പോഴും ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ ഇത്രയും ടോപ്പിക്കുകൾ ഭംഗിയായിട്ടൊന്ന് പഠിക്കണം. ഒന്ന്, ബേസിക് ഫാക്റ്റുകൾ നന്നായിട്ട് നോക്കുക. ഫങ്ഷണൽ യൂണിറ്റ്സ് നന്നായിട്ട് നോക്കുക. ഫങ്ഷണൽ യൂണിറ്റിനകത്താണ് ഹാർഡ്വെയർ, അതേപോലെ തന്നെ ഇൻപുട്ട്, ഔട്ട്പുട്ട്, ഹാർഡ്വെയർ എല്ലാം വരുന്നത് ഫങ്ഷണൽ യൂണിറ്റിനകത്താണ്. സോഫ്റ്റ്വെയർ നോക്കി വെച്ചേക്കുക. ഇന്റർനെറ്റ്, പിന്നെ നെറ്റ്വർക്കിംഗ്, ദെൻ സൈബർ ലോ, സൈബർ ക്രൈംസ് നന്നായിട്ട് പഠിക്കുക. കൂടുതലും ക്വസ്റ്റ്യൻസ് വരുന്നത് സൈബർ ലോ, സൈബർ ക്രൈംസിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത്. അതിനുശേഷം നെറ്റ്വർക്കിംഗ് നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് അവിടെ വരുന്നത്. അടുത്ത് നേരെ നമുക്ക് മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയിലേക്ക് നമുക്ക് പോവാം. സോ ഹിസ്റ്ററി, ആൻഷ്യന്റ് ഹിസ്റ്ററി എന്നൊക്കെ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് വരാറുണ്ട്. മിഡീവലിൽ നിന്നും വരാറുണ്ട്. പക്ഷെ വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ വരാറുള്ളൂ. അപ്പൊ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ മാത്രം പഠിച്ചിട്ട്, ഫോർ എക്സാമ്പിൾ ഡൽഹി സുൽത്താനേറ്റ്, അതേപോലെ തന്നെ ആൻഷ്യന്റ് ഹിസ്റ്ററിയിൽ വരുന്ന അറൈവൽ ഓഫ് യൂറോപ്യൻസ്, അത് ആ ടോപ്പിക്കുകളൊക്കെ ഒന്ന് മാത്രം നോക്കുക. എന്നാലും നിങ്ങൾ ഈ ടോപ്പിക്കിൽ ഒരുപാട് സമയം കളയണമെന്ന് ഞാൻ പറയത്തില്ല. ഫേമസ് മോണുമെന്റ്സ് മാത്രം നന്നായിട്ട് പഠിച്ചു വെച്ചു. ഇന്ന മോണുമെന്റ് എവിടെ സ്ഥിതി ചെയ്യുന്നു, ഇന്ന മോണുമെന്റ് ആരാണ് നിർമ്മിച്ചത്, അങ്ങനെ ഫേമസ് മോണുമെന്റ്സ് മൊത്തം ഒന്ന് പഠിച്ചോ. അവിടെ ഒരു മാർക്ക് കിട്ടിയിരിക്കും. അപ്പോൾ
ഈ ഇന്ത്യൻ ഹിസ്റ്ററിക്കകത്ത് നമുക്ക് നോക്കേണ്ടത് ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ്സ് നന്നായിട്ട് പഠിക്കാം, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭങ്ങൾ മൊത്തം നോക്കാം, അതേപോലെ തന്നെ അതിനൊക്കെ ആരൊക്കെയാണ് കോൺട്രിബ്യൂട്ട് ചെയ്തത്, ലീഡേഴ്സ് ആരൊക്കെയായിരുന്നു, പ്രധാനപ്പെട്ട റീഫോം മൂവ്മെന്റ്സ് ഏതൊക്കെയാണ്, അത് മാത്രം ഭംഗിയായിട്ടൊന്ന് പഠിക്കാം. അതിനുശേഷം ഫിസിയോഗ്രഫിയിലേക്ക് വരുമ്പോൾ ഇന്ത്യൻ ജോഗ്രഫി, കേരള ജോഗ്രഫിയിലേക്ക് വരുമ്പോൾ അവിടെ ജോഗ്രഫിയുടെ ബേസിക് ഫാക്ട്സ് അബൌട്ട് ഇന്ത്യ, റിവേഴ്സ്, ദെൻ ഫിസിയോഗ്രഫി, അതേപോലെ തന്നെ ക്ലൈമറ്റോളജി, പിന്നെ ഫോറസ്റ്റ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഫോറസ്റ്റിൽ നിന്ന് സ്ഥിരം ക്വസ്റ്റ്യൻസ് വരും. ലാസ്റ്റ് വന്ന നാഷണൽ പാർക്ക്, ലാസ്റ്റ് വന്ന വൈൽഡ് ലൈഫ് സാങ്ച്വറി, മാച്ച് ദ ഫോളോയിങ്. അങ്ങനെ ഫോറസ്റ്റ് ജോഗ്രഫിയിൽ ഫസ്റ്റ് പഠിക്കുമ്പോൾ ഫോറസ്റ്റ് പഠിക്കാവും, എപ്പോഴും ക്വസ്റ്റ്യൻസ് കിട്ടുന്ന ഒരു ടോപ്പിക്കാണ്. പിന്നെ ഇന്ത്യൻ റിവേഴ്സും കേരള ഫിസിയോഗ്രഫി, കേരള റിവേഴ്സ് ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ഇത്രയും മാത്രം പഠിച്ചാൽ മതി. അതിനുശേഷം നെക്സ്റ്റ് റെനൈസൻസ് വരുന്ന സമയത്ത് കേരള റെനൈസൻസ് ഒന്ന് പഠിച്ചു വെച്ചേക്കണം. സോഷ്യൽ റീഫോംസ്, കൾച്ചറൽ ഹെറിറ്റേജ്, ദെൻ ആർട്സ്, ലിറ്ററേച്ചർ ആൻഡ് പ്രോമിനന്റ് വെൽഫെയർ പ്രോഗ്രാംസ് മൊത്തം നോക്കി വെച്ചേക്കുക. ഇതൊക്കെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഭയങ്കര കുറവാണ്. ബാക്കിയെല്ലാം പഠിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ഇതിലേക്ക് വരാവും. അപ്പൊ എനിക്ക് തോന്നുന്നു പ്രധാനപ്പെട്ട സംഭവങ്ങൾ മാത്രം പഠിച്ചിട്ട് മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്ക് നന്നായിട്ട് സ്പീഡ് കൂട്ടാൻ പറ്റും, നമ്മുടെ സ്ട്രോങ് ഏരിയാസും വീക്ക് ഏരിയാസും മൊത്തം ഒന്ന് അറിയാൻ പറ്റും. അപ്പോൾ അത്രയും നോക്കാം. റെനൈസൻസിനകത്ത് മക്കളെ മൊത്തം പഠിക്കേണ്ട ആവശ്യമില്ല, വാരി വലിച്ചിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല, പ്രധാനപ്പെട്ട ആൾക്കാരെ മാത്രം നോക്കി വെച്ചാൽ മതി. ഫോർ എക്സാമ്പിൾ ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി, വാഗ്ഭടാനന്ദൻ, അങ്ങനെ പറഞ്ഞ പ്രധാനപ്പെട്ട ആൾക്കാരുണ്ടല്ലോ, അവരെ മാത്രം പഠിച്ചാൽ മതി. അടുത്ത ജനറൽ സയൻസിലേക്ക് വരുമ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അങ്ങനെ പറയുന്നുണ്ടെങ്കിലും ഒരുപാട് ക്വസ്റ്റ്യൻസ് അങ്ങനെ വരാറില്ല. കഴിഞ്ഞ പരീക്ഷയ്ക്ക് നോക്കുകയാണെങ്കിൽ കെമിസ്ട്രിയിൽ നിന്ന് ഒരു ക്വസ്റ്റ്യനോ എങ്ങാണ്ടോ മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പോൾ എന്നാലും ബേസിക് ഫാക്റ്റുകളൊന്നും നോക്കി വെച്ചേക്കണം, അത്രയും മാത്രമേ ഉള്ളൂ. പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ മാത്രം ഒന്ന് നോക്കി വെച്ചേക്കുക. ഫോർ എക്സാമ്പിൾ പീരിയോഡിക് ടേബിൾ, ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ, പിന്നെ ആറ്റം, മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ്. അതേപോലെ ഫിസിക്സിലേക്ക് വരുമ്പോൾ ലൈറ്റ്, ദെൻ സൗണ്ട്, ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ, പിന്നെ അടുത്ത് അങ്ങനെ കുറച്ച് ബേസിക് ടോപ്പിക്കുകളുണ്ടല്ലോ, അത് മാത്രം ഒന്ന് പഠിച്ചാൽ മതി. കാര്യം മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ കുറവായിരിക്കും, ക്വസ്റ്റ്യൻസ് കുറച്ചേ വരത്തുള്ളൂ. അടുത്ത എക്കണോമിക്സിലേക്ക് വരുമ്പോൾ ഇന്ത്യൻ ബാങ്കിങ് ഇൻഫ്രാസ്ട്രക്ചർ നന്നായിട്ട് നോക്കാം. എപ്പോഴും ക്വസ്റ്റ്യൻ കിട്ടും, നമുക്ക് 1 മാർക്ക് അവിടെ 1-2 മാർക്ക് നമുക്ക് അവിടെ കിട്ടും. 5 ഇയർ പ്ലാൻസ് നോക്കുക, ടാക്സ് നന്നായിട്ട് പഠിക്കാം, പിന്നെ ബാങ്കിങ് റിലേറ്റഡ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് നന്നായിട്ട് പഠിച്ചോ, അവിടെ നമുക്ക് നന്നായിട്ട് മാർക്ക് കിട്ടും. ഇത്രയാണ് 40 മാർക്കിന് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അതായത് PSC പോലെയല്ല, എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. സ്പെസിഫിക് ഏരിയാസിന് മാത്രമേ ഫോക്കസ് ചെയ്യാവൂ. അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക, അതാണ് ഏറ്റവും നല്ല സ്ട്രാറ്റജി. അടുത്ത ഇംഗ്ലീഷിലേക്ക് പോകുമ്പോൾ 50 മാർക്കാണ് ഇംഗ്ലീഷ് വരുന്നത്. 1, 2, 3 ഒന്നുമല്ല, ഇംഗ്ലീഷ് 50 മാർക്ക്. അവിടെ ഞാൻ ഇങ്ങനെ പറയത്തുള്ളൂ, ഒരു PSC എക്സാമിന് ഗ്രാമർ ഏതൊക്കെ ടോപ്പിക്കുകൾ പഠിക്കാനുണ്ടോ, ഗ്രാമറാണ് ഞാൻ പറയുന്നത്, ഗ്രാമർ പോർഷൻ ഏതൊക്കെ ടോപ്പിക്കുകൾ പഠിക്കാനുണ്ടോ അതൊക്കെ മൊത്തം പഠിച്ചോ. എവിടെ നിന്ന് വേണോ ക്വസ്റ്റ്യൻ വരാം, എങ്ങനെ വേണോ വരാം, നമുക്കത് നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റണം. ഫോർ എക്സാമ്പിൾ ഗ്രാമർ പോർഷൻ നോക്കുകയാണെങ്കിൽ ആദ്യം കോൺകോഡ് ആണ്, സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ് ആണ്, അതിനുശേഷം ടെൻസസ്, പിന്നെ അത് കഴിഞ്ഞ ഇഫ് ക്ലോസ്, ക്വസ്റ്റ്യൻ ടാഗ്, ആർട്ടിക്കിൾസ്, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച്, ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ്, ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ, ടൈപ്സ് ഓഫ് സെന്റൻസ് ആൻഡ് ഇന്റർചേഞ്ച് ഓഫ് സെന്റൻസ്, അടുത്ത ഡിഫറെന്റ് പാർട്സ് ഓഫ് സ്പീച്ച്, പിന്നെ യൂസസ് ഓഫ് പ്രൈമറി ആൻഡ് മൊഡാൽ ഓക്സിലറി വെർബ്, ഇൻഫിനിറ്റീവ് ആൻഡ് ജെറൻസ്, പ്രിപ്പോസിഷൻ, ദ യൂസസ് ഓഫ് കോറിലേറ്റീവ്സ്, പിന്നെ കറക്ഷൻ ഓഫ് സെന്റൻസ്. ഇത്രയാണ് ഗ്രാമർ പോർഷനകത്ത് വരുന്നത്. അടുത്ത വൊക്കാബുലറിയിലേക്ക് പോകുമ്പോൾ അവിടെ നോക്കുക, എറർ കറക്ഷൻ വരുന്നുണ്ട്. എറർ കറക്ഷനകത്ത് വരുന്നത് സ്പോട്ടിംഗ് ദ എറർ, സെന്റൻസ് ഇംപ്രൂവ്മെന്റ്, സെന്റൻസ് ജോയിനിങ് ആൻഡ് കംപ്ലീഷൻ, അത്രയും നോക്കാം. അടുത്ത വൊക്കാബുലറി ഏരിയ വരുമ്പോൾ പ്രധാനമായിട്ടും സിനോണിം, ആന്റോണിം, ഇഡിയംസ് ആൻഡ് ഫ്രേസസ്, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ, സ്പെല്ലിംഗ് ടെസ്റ്റ്, പിന്നെ ഹോമോണിംസ്, ഇത്രയും നോക്കാം. അടുത്ത റീഡിംഗ് അറേഞ്ച്മെന്റ് വരുന്നത് സെന്റൻസ് അറേഞ്ച്മെന്റ്, പാരാ ജംബിൾസ്, ദെൻ പാസേജ്, പാരാ കംപ്ലീഷൻ, ഇത്രയും ഒന്ന് നോക്കി വെച്ചേക്കുക. ഇത്രയാണ് സിലബസിനകത്ത് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇംഗ്ലീഷ് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണം. കാര്യം ഡിസ്ക്രിപ്റ്റീവ് 60 മാർക്ക് മൊത്തം ഇംഗ്ലീഷാണ് വരുന്നത്, ഇവിടെ 50 മാർക്ക് കിടപ്പുണ്ട്. അപ്പോൾ നമ്മൾ സ്ട്രോങ് ഏരിയ ആക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇതൊരിക്കലും ഭുജികൾക്ക് മാത്രം, ഇംഗ്ലീഷിലെ കിടിലങ്ങൾക്ക് മാത്രമേ ചെയ്യാൻ പറ്റുന്നൊന്നുമല്ല. നമ്മുടെ കഴിഞ്ഞ പരീക്ഷകൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ പിള്ളേർ മൊത്തം ക്രാക്ക് ചെയ്ത് പോയൊക്കെ സാധാരണക്കാർ തന്നെയാണ്. PSC എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്ന സാധാരണക്കാർ തന്നെയാണ് ഈ എക്സാം കൂടുതലും അറ്റൻഡ് ചെയ്തിട്ടുള്ളത്, ജോലിക്കും കയറിയിട്ടുള്ളത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇനിയും നിങ്ങളുടെ മുമ്പിൽ സമയമുണ്ട്, ഇനി സ്റ്റാർട്ട് ചെയ്താലും മതി, നമുക്കിതൊക്കെ പഠിച്ചു തീർക്കാൻ പറ്റും. ഓക്കെ, ഇനി മാത്സ് നോക്കുക. മാത്സ് വരുന്നത് 10 മാർക്കാണ് മാത്സ് വരുന്നത്. പക്ഷെ 10 മാർക്കാണെങ്കിലും ടോപ്പിക് ഒരുപാടുണ്ട്. ഇപ്പോൾ ഓരോ ദിവസം ഓരോ ടോപ്പിക്ക് വെച്ച് പതുക്കെ അങ്ങ് പഠിച്ചു പോവുക. ഒരു ദിവസം ഒരു ടോപ്പിക്ക്, അല്ലെങ്കിൽ 2-3 ദിവസം കൊണ്ട് ഒരു ടോപ്പിക്ക് വെച്ച് പഠിച്ചങ്ങ് പോവുക. അപ്പോൾ അവിടെ മാത്സിനകത്ത് വരുന്നത് പെർസെൻറ്റേജ്, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ, പ്രോഫിറ്റ് ആൻഡ് ലോസ്, സിമ്പിൾ ഇൻട്രസ്റ്റ്, പിന്നെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, ടൈം ആൻഡ് വർക്ക്, സ്പീഡ്, ഡിസ്റ്റൻസ് ആൻഡ് ടൈം, ആവറേജ്, LCM, HCF, സിംപ്ലിഫിക്കേഷൻ, മെൻസുറേഷൻ, ട്രിഗണോമെട്രി, ദെൻ പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ, പ്രോബബിലിറ്റി, പിന്നെ ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ. ഇത്രയും ടോപ്പിക്കുകളാണ് മാത്സിനകത്ത് വരുന്നത്.
അതിനുശേഷം റീസണിങ്ങിലേക്ക് പോകുമ്പോൾ റീസണിങ്ങിനകത്ത് നമ്പർ സീരീസ്, കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ്, ബ്ലഡ് റിലേഷൻ, അത് കഴിഞ്ഞ് ഡിറക്ഷൻ സെൻസ്, അനലോഗി, ആൽഫബറ്റ് സീരീസ്, പിന്നെ റാങ്കിങ്. ഇത്രയുമാണ് റീസണിങ്ങിനകത്ത് വരുന്ന ടോപ്പിക്ക്. അപ്പോൾ 10 മാർക്കേ ഉള്ളൂ എങ്കിലും നമുക്ക് സ്കിപ്പ് ആക്കാനൊന്നും പറ്റത്തില്ല, പഠിച്ചേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതോടുകൂടി ഒബ്ജക്റ്റീവ് കംപ്ലീറ്റ് ആയി. അതായത് 100 ക്വസ്റ്റ്യൻസ്, 75 മിനിറ്റ്, ഒരു ക്വസ്റ്റ്യന് 1 മാർക്ക്, -0.25 മാർക്കാണ്. മക്കളെ, ഈ ഒബ്ജക്റ്റീവ് കഴിഞ്ഞ ഉടനെ തന്നെ ഒരേ ദിവസമാണ് ഒബ്ജക്റ്റീവ് ഡിസ്ക്രിപ്റ്റീവ് നടക്കുന്നത്. ഒബ്ജക്റ്റീവ് നടന്ന ഉടനെ തന്നെ ഡിസ്ക്രിപ്റ്റീവ് നിങ്ങൾ എഴുതേണ്ടി വരും. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കുക, അവസാനം പേപ്പർ വാല്യൂ ചെയ്യുന്ന സമയത്ത് ഒബ്ജക്റ്റീവ് ആ ഒരു കട്ട് ഓഫ് ക്ലിയർ ചെയ്താൽ മാത്രമേ നിങ്ങളുടെ ഡിസ്ക്രിപ്റ്റീവിന്റെ പേപ്പർ അവർ വാല്യൂ ചെയ്യത്തുള്ളൂ. അങ്ങനെയാണ് ഒരു നേട്ടം. ഉദാഹരണം പറഞ്ഞാൽ കഴിഞ്ഞ പരീക്ഷയെ കട്ട് ഓഫ് വന്നത് ഒബ്ജക്റ്റീവിന് 48.5 ആണ്. സോ ഒബ്ജക്റ്റീവിന് നിങ്ങൾ 48.5 ക്ലിയർ ചെയ്താൽ മാത്രമേ ഡിസ്ക്രിപ്റ്റീവ് നിങ്ങളുടെ പേപ്പർ വാല്യൂ ചെയ്യത്തുള്ളൂ. അങ്ങനെ വരുന്ന അതിനുശേഷം അതിനുശേഷം ഡിസ്ക്രിപ്റ്റീവ് ആണ്. ഡിസ്ക്രിപ്റ്റീവിനകത്ത് 60 മാർക്കാണ് വരുന്നത്. ഈ 60 മാർക്കിനകത്ത് 3 കാര്യങ്ങളാണ് വരുന്നത്. ഒന്ന് പ്രീസേ വരും, പ്രീസേ 20 മാർക്ക് പ്രീസേ. ദെൻ കോംപ്രിഹെൻഷൻ വന്നിട്ട് 20 മാർക്ക് കോംപ്രിഹെൻഷൻ. അതിനുശേഷം ഷോർട്ട് എസ്സേ വരുന്നത് 20 മാർക്ക്. അങ്ങനെ 20 വെച്ചാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അവിടെ സ്പ്ലിറ്റ് ആവുന്നത്. 60 മാർക്കാണ് ഡിസ്ക്രിപ്റ്റീവ്. അപ്പോൾ കഴിഞ്ഞ തവണ കൂടുതലും ക്വസ്റ്റ്യൻസ് വന്നത് IT-യിൽ നിന്നും, പിന്നെ വുമൺ എംപവർമെന്റ് ആ ടോപ്പിക്കിലാണ് കൂടുതലും ക്വസ്റ്റ്യൻസ് വന്നത്. വുമൺ എംപവർമെന്റ്, അതേപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ലോ, ദെൻ സൈബർ സെക്യൂരിറ്റി, എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ, അവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. അതിനുശേഷം 10 മാർക്ക് വരുന്നത് ഇന്റർവ്യൂ ആണ്. അപ്പോൾ ഇന്റർവ്യൂ മറ്റേതെങ്കിലും ഒരു ദിവസമായിരിക്കും. നിങ്ങളുടെ പേഴ്സണാലിറ്റി, അതേപോലെ തന്നെ നിങ്ങളുടെ ബേസിക് അവയർനെസ്, അതേപോലെ ജുഡീഷ്യൽ സിസ്റ്റത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്തോരം അറിവുണ്ട്, ഈ കാര്യങ്ങളായിരിക്കും ഇന്റർവ്യൂവിന് വരുന്നത്. 10 മാർക്കാണ് ഇന്റർവ്യൂവിന് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഫുള്ള് കിട്ടത്തില്ല, എന്നാലും ഏതാണ്ട് ആ റേഞ്ചൊക്കെ മാർക്ക് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ സിലബസ് വെച്ച് നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തോ, നന്നായിട്ട് പഠിച്ചോ, ഉഴപ്പാതെ പഠിച്ചോ. നല്ല ജോലിയാണ്, സമാധാനമുള്ള ജോലിയാണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ സെക്രട്ടറി അസിസ്റ്റന്റ് ഒക്കെ ആണെങ്കിൽ ഒരുപാട് യൂണിയൻസ് ഒക്കെ അതിനകത്തുണ്ട്. അപ്പോൾ നിങ്ങൾ അങ്ങനത്തെ ഒരു എൻവയോൺമെന്റ് ആഗ്രഹിക്കുന്നില്ല, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ചൂസ് ചെയ്യാം, ഹൈക്കോർട്ട് ചൂസ് ചെയ്യാം. അവിടെ എല്ലാവർക്കും കൂടെ ചേർത്തിട്ട് ഒറ്റ യൂണിയൻ മാത്രമേ വരുന്നുള്ളൂ. വേറെ അങ്ങനെ പിരിവോ ബാക്കി അങ്ങനെ ബുദ്ധിമുട്ടുകളൊന്നും വരത്തില്ല. ഹാപ്പി ആയിരിക്കും. പക്ഷേ ഒരു കാര്യം ഞാൻ ആദ്യം പറയാം, ഒരു പ്രശ്നമുണ്ട്. നമ്മുടെ ജീവിതം മൊത്തം നമ്മൾ എറണാകുളത്ത് പോയി നിൽക്കേണ്ടി വരും. ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ വരുന്നുള്ളൂ. ബാക്കിയെല്ലാം ഓക്കെയാണ്, ഹാപ്പിയാണ്. അപ്പോൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തോ, നന്നായിട്ട് പഠിച്ചോ. ഇനി നിങ്ങൾക്ക് ഏറ്റവും നല്ല ഒരു ക്ലാസ് ആഗ്രഹിക്കുന്നുണ്ട്, ഏറ്റവും നല്ല സപ്പോർട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വരാൻ പോകുന്ന ജൂൺ 6-ന് ഞങ്ങളുടെ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ബാച്ച് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അതിനകത്ത് ദെൻ ഒബ്ജക്റ്റീവ്, ഡിസ്ക്രിപ്റ്റീവ്, ഇന്റർവ്യൂ ഗൈഡൻസ് നിങ്ങൾക്ക് അതിനകത്തുണ്ടായിരിക്കും. ജൂൺ 6 ഡേറ്റ് മറക്കണ്ട. ഏറ്റവും നല്ല ക്ലാസ്സസ് ആയിരിക്കും, ഏറ്റവും നല്ല നോട്ട്സ് ആയിരിക്കും, കൃത്യമായിട്ടുള്ള മെന്റർഷിപ്പ് കാണും. പിന്നെ ബാക്കി എന്താണ് കൂടെ കാണും നമ്മൾ. ഓക്കെ, അപ്പോൾ ജൂൺ 6 നമ്മുടെ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തോ. ആദ്യത്തെ 250 പേർക്ക് മാത്രമേ ജോയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരു ബാച്ചിനകത്ത് 250 പേരാണ്. 4999 രൂപയാണ് കോഴ്സിന്റെ ഫീ വരുന്നത്. അപ്പോൾ മറക്കണ്ട, ജൂൺ 6 ഡേറ്റ്. ക്ലാസ്സിക്കാണ്.